ഇതിലും എളുപ്പത്തിൽ ഒരു മുട്ടക്കറി ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും കേട്ടോ. അപ്പോഴ് ഒരു കുക്കറിലോട്ട് 2, 3 സവാള നീളത്തിൽ അരിഞ്ഞതും, ഒരു തക്കാളി അരിഞ്ഞതും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകവും കുരുമുളകും കൂടി ചതച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കണം. ചേർത്തിട്ട് ഗരം മസാലയോ നമ്മുടെ ചിക്കൻ മസാലയോ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളവും കൂടെ ചേർത്തിട്ട് വളരെ കുറച്ച് നല്ലപോലെ മിക്സ് ആക്കണം. ഇനി അതിൻ്റെ മുകളിലോട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് എത്രയാണോ മുട്ട ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ പാത്രത്തിലും കുറച്ച് വെള്ളം, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ ഒന്ന് മൂടി വെച്ച് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും മുട്ടയും നമ്മുടെ ആ ഒരു ഗ്രേവി എല്ലാം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ മുട്ട ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഗ്രേവി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ചൂടുവെള്ളം, കുറച്ച് ഗ്രേവി കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ മുട്ടയുടെ തോടൊക്കെ കളഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ശടപടയെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ വെപ്രാളത്തിലൊക്കെ രാവിലെ പോകുന്നവർക്ക്, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലൊക്കെ വിടുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പൊ എങ്ങനെയാ, ട്രൈ ആക്കല്ലേ?